വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ കൃപയാൽ ഒരു ദിവസം കൂടി, ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് കൂടെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനവുമായി അങ്ങനെ പങ്കുവയ്ക്കുവാനുള്ളൊരു ഭാഗ്യം കർത്താവ് തന്നു. നമുക്കറിയാം, യോഹന്നാൻ 3:34 വായിക്കുന്നുണ്ട്, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം ഘോഷിക്കും. ആ വചനം പറയുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. കാരണം ദൈവം അയക്കുമ്പോൾ ദൈവവചനവുമായിട്ട് അയക്കുന്നത്. ഒരു ദൈവം അയച്ചൊരു മനുഷ്യൻ വന്നു എന്ന് യോഹന്നാൻ 1:6 നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാനെ കുറിച്ച് പറയുന്നതാണ്. യോഹന്നാൻ എന്ന് പറയാൻ യോഹന്നാൻ സ്നാപനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ദൈവത്തിന്റെ വചനം അത് നമ്മൾ വീണ്ടും ധ്യാനിക്കുവാനും പഠിക്കുവാനും പോവുകയാണ്. അതുകൊണ്ട് വളരെ വിലപ്പെട്ട സത്യങ്ങൾ ഇത് എത്ര പങ്കുവച്ചാലും മതി വരത്തില്ല. ആ വചനത്തിലൂടെ തന്നെയാണ് നമുക്ക് ജീവനുള്ള വളർച്ച. വളരുമാറാക്കുന്നവൻ ദൈവം. അതുകൊണ്ട് അത് വളർത്തുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ മനുഷ്യൻ എല്ലാത്തിലും തികവ് പ്രാപിക്കുന്നത് തിരുവചനത്താലാണെന്ന് 2 തിമോത്തി 3:16-17 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. ഞാനെല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് എന്തുവാ? ആദിമസഭ ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് പരന്നു, മറ്റുള്ള ഇടങ്ങളിലേക്ക് പരന്നു, ദേശമെല്ലാം പരന്നു. അതെത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. നമ്മൾ എവിടെയായിരിക്കുന്നോ പ്രിയമുള്ളവരെ, അവിടെയെല്ലാം ഈ വചനം പരക്കണം. എല്ലാവരും ഈ വചനം കേൾക്കാനിടയാകണം. കാരണം ഇത് ദൈവത്തിന്റെ സത്യമാണ്, സത്യവചനമാണ്, ഇത് സത്യഗ്രന്ഥമാണെന്നല്ലേ നമ്മൾ ദാനിയേൽ 10:21 വായിക്കുന്നത്. സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. അതെ, ഇത് സത്യഗ്രന്ഥമാണ്, ഇത് യഹോവയുടെ പുസ്തകമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിലൂടെ പറയുമ്പോൾ ഇതുപോലൊരു സത്യം വേറെ ഇല്ല. ഇന്ന് ജനങ്ങൾക്ക് സത്യം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ സത്യം ദൈവം നമ്മളെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വചനം പങ്കുവെച്ചില്ലെങ്കിൽ ദൈവഹൃദയത്തിന് എന്ത് ദുഃഖമായിരിക്കും പ്രിയമുള്ളവരെ. നമ്മൾ ഈ വചനം പ്രാപിച്ചവരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, പേപ്പട്ടി കാണുന്നതിനെ എല്ലാം കടിക്കും, പേവിഷയവാദം ഏറ്റു കഴിഞ്ഞാൽ. പ്രിയമുള്ളവരെ, അതിനേക്കാൾ വലിയൊരു വിഷയമല്ലേ ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് അടക്കി വയ്ക്കാൻ കഴിയില്ല. ഓടി നടന്ന് സുവിശേഷം പറയുന്ന ഒരു പൗലോസിനെ നമ്മൾ കണ്ടു. എങ്ങും ആർക്കും തടയാൻ കഴിയാതെ വണ്ണം താൻ ഓടുക. എല്ലാവരോടും വചനം പറയുന്നതിനുള്ള തന്റെ ഉത്സാഹം അത് എത്ര തീഷ്ണമായിരുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് 1 കൊരിന്ത്യർ 4:1-2 വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. അപ്പോൾ നമ്മൾ ഓരോ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരാണ്. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും ദൈവമർമ്മങ്ങളുടെ എന്ന് പറഞ്ഞാല് ദൈവമാരാണെന്നുള്ളത്. ദൈവം ഈ യൂണിവേഴ്സിന്റെ ഒരു മർമ്മമാണ്. ആ ദൈവത്തിന്റെ മർമ്മമാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ മർമ്മമാണ് സഭ. ഇനി സഭയുടെ ഒരു മർമ്മമുണ്ട്, അതാണ് ജയാളികൾ. ഇതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ഇതൊക്കെ ആഴമായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരാണ്. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കാര്യങ്ങൾ ഇതൊക്കെ നിത്യസത്യങ്ങളാണ്. ഈ നിത്യസത്യങ്ങൾ ഏറ്റുവാങ്ങിയ ദൈവമക്കൾ സ്വർഗീയ കലവറയുടെ കാവൽക്കാരാണ്. അപ്പോൾ ആ കാവൽക്കാർ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞേ, അവർ വിശ്വസ്തരായിരിക്കണം. ഞാൻ ഇന്ന് വിശ്വസ്തനാണോ? നമ്മൾ ചിന്തിക്കുക, ഞാൻ ഇന്ന് വിശ്വസ്തനാണോ? നമുക്കറിയാം, വിശ്വസ്തനായ ഒരു മനുഷ്യൻ താൻ വാങ്ങിയ കടം കൊടുത്തു തീരും വരെ സ്വസ്ഥനായിരിക്കുവാനായിട്ട് അവന് കഴിയില്ല. അപ്പോൾ അറിഞ്ഞ സത്യം അനേകരെ അറിയിക്കാതെ നമുക്ക് സ്വസ്ഥനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇങ്ങനെ അറിയിക്കുന്നതിൽ ഞാൻ ഇന്ന് വിശ്വസ്തനാണോ? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ എന്ത് പറയാൻ കഴിയും? ഇത് കേട്ടിട്ട് ഒരു വ്യക്തിയോടെങ്കിലും ഇന്നത്തെ ദിവസം, ഞാനിപ്പോൾ ഇത് നിങ്ങളെപ്പോഴായി കേൾക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ,
ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ 7:15. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ നിങ്ങളോട് വൈകുന്നേരം 7:15. അപ്പോൾ ഈ പകൽക്കാലം എത്ര പേരോട് നമുക്ക് ഈ സുവിശേഷങ്ങളെ കുറിച്ച് പറയാൻ കഴിഞ്ഞു? നമ്മൾ സ്വയം ചോദിക്കണം. നമ്മൾ വിശ്വസ്തരാണോ? രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ, നമ്മൾ ഈ നിത്യസത്യം കർത്താവായ യേശു ക്രിസ്തു, അവിടുത്തെ വചനം, ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കു കൊടുക്കണം, ഇത് പങ്കുവയ്ക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട അനേരെയും കാണുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷമില്ല. എന്തായിരിക്കാം? കാരണം അവര് ദൈവം ഏൽപ്പിച്ചത് ചെയ്യുന്നില്ല, അതിലവർ വിശ്വസ്തരല്ല. യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്ന ഒരു കാര്യം ഞാൻ വായിച്ചിരിക്കാം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. കണ്ടോ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ പങ്കുവയ്ക്കലിലൂടെയാണ് സന്തോഷം പൂർണ്ണമാകുന്നത്. നോക്കണം, നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനിടയാവും. നിങ്ങൾക്ക് പലപ്പോഴും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് സന്തോഷമല്ലേ? നിങ്ങളൊന്ന് സ്വയം ചോദിച്ചേ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ആ സന്തോഷത്തിന്റെ ഉറവിടമാകുന്ന ദൈവം നിങ്ങളിൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ആ ദിവസം കർത്താവ് നിങ്ങളിലൂടെ മഹത്വമെടുത്തു. ആ ദിവസം കർത്താവ് തന്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുവാൻ തക്കണം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മളിത് പങ്കുവയ്ക്കും തോറും നമ്മളിൽ സന്തോഷം വർദ്ധിക്കും. ഞാൻ ഇവിടുന്ന് ഒരു ഏകദേശം 100 കിലോമീറ്റർ ദൂരം മന്മാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടെ കർത്താവിന്റെ ഒരു ഞാൻ മുഖാന്തരം വിശ്വാസത്തിൽ വന്ന ഒരു ഡോക്ടർ, പെതോളജിസ്റ്റ് ഡോക്ടർ അബ്രഹാം, അദ്ദേഹം ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. താൻ എന്നോട് ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ബ്രദറെ, ഞാൻ ഇന്ന് 3 പേരുടെ സുവിശേഷം പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഞങ്ങളെ എല്ലാ ദിവസവും പറയണം. അപ്പൊ ഈ സന്തോഷം എപ്പോഴും നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം വളരെ ആ കാര്യത്തിൽ ഉത്സാഹിയായിരുന്നു. അപ്പം ഇത് അങ്ങനെ ഒരു വ്യക്തിയുടെ അനുഭവമല്ല, മറ്റ് പല വ്യക്തികളും ഈ സാക്ഷ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കും ആ കാര്യം പ്രോത്സാഹനമായി പറയുക. നിങ്ങൾ ഒരു വ്യക്തിയോടെങ്കിലും, നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, നിങ്ങളും രക്ഷിക്കപ്പെടണം. നമ്മൾ ഈ ലോകത്ത് ജനിച്ചവരെല്ലാം ആദാമ്യ സന്തതിയിൽ പറഞ്ഞവരെല്ലാം പാപിയാണ്. ആ പാപത്തിന്റെ ശമ്പളം മരണം, നിത്യാഗ്നിയാണ്. അതിൽ നമ്മളെ രക്ഷിക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നതെന്നും നമ്മുടെ പാപങ്ങൾ പേറിയാണ് ക്രൂശിൽ മരിച്ചതെന്നും നമ്മുടെ ശിക്ഷയാണ് കർത്താവ് ക്രൂശിലേറ്റതെന്നും ഈ സത്യം നമ്മൾ പറഞ്ഞു കൊടുത്ത് ഈ സത്യം പങ്കുവയ്ക്കുമ്പോൾ ആ വ്യക്തി കർത്താവിന്റെ കൃപയുണ്ടെങ്കിൽ അദ്ദേഹം വിശ്വസിച്ച് രക്ഷിക്കപ്പെടും. ഇല്ലെങ്കിൽ തന്നെ അദ്ദേഹം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളിലുള്ള സന്തോഷം അത് വർദ്ധിക്കും. അതെടുത്തു കളയാൻ ആർക്കും പറ്റിയല്ല. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. കാരണം അറിയോ, ഇന്നത്തെ നല്ലൊരു ശതമാനം വിശുദ്ധന്മാരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളും അവർക്ക് സന്തോഷിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം അവർ അനുഭവിക്കുന്ന സത്യം, അവരറിഞ്ഞ സത്യം മറ്റുള്ളവരുമായിട്ട് അവർ പങ്കുവെച്ചില്ല എന്നുള്ളൊരു പാപമാണ്. നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ പാപമാവട്ടോ. ഞാനൊരു വാക്യം നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനോട് പറയാം. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്റെ കുറ്റം വഹിക്കണം. കണ്ടോ, നോക്കണമേ, നമ്മളിത് ഈ സത്യം നമ്മൾ അനുഭവമാക്കിയതാ. നമുക്ക് ആവശ്യപ്പെട്ട അനുഭവമുണ്ട്, നമ്മൾ അറിഞ്ഞ സത്യമാ. അത് നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നില്ല എങ്കിൽ അവൻ പാപം ചെയ്യുന്നു. പാപം പ്രിയമുള്ളവരെ, നമ്മൾ പാപത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ നഷ്ടമാണ് രക്ഷയുടെ സന്തോഷത്തിന്റെ നഷ്ടം. അതുകൊണ്ടാണ് പലർക്കും ഇന്ന് സന്തോഷിക്കാൻ കഴിയാത്തത്. അതെന്നാ നമ്മളൊക്കെ ചിലപ്പോൾ പറയല്ലേ, നമ്മളെല്ലാവരും ആത്മാവിലായിരിക്കണം,
ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ എന്നൊക്കെ പറഞ്ഞാൽ വിടും. തോത്ത പറയുന്ന പോലെ, തത്വ പറയുന്ന പോലെ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ? നമ്മളുടെ അനുഭവം ഉണ്ടോ? നമ്മൾ ആത്മാവിനെ അനുസരിക്കുന്നുണ്ടോ? നമ്മൾ ആത്മാവിനെ വിനയപ്പെടുന്നുണ്ടോ? ഈ ആത്മാവിന്റെ ഫലം യഥാർത്ഥമായിട്ട് നമ്മളിലുണ്ടോ? നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞങ്ങ് പോയാൽ മതിയോ ദൈവമക്കളെ? നമ്മൾ ഈ സത്യം ഒന്ന് അറിയണ്ടേ? നമ്മളിത് ഇത് അനുഭവിക്കണ്ടേ? അപ്പോൾ നമ്മൾ ഇവിടെ നമുക്കറിയാം, പിന്നെ 51-ാം സങ്കീർത്തനത്തില് അതിന്റെ 12-ാം വാക്യത്തില് ദാവീദ് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. കണ്ടോ, നിന്റെ രക്ഷയുടെ. അപ്പോൾ ബത്ശേബയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ താൻ പെട്ടുകഴിഞ്ഞപ്പോൾ തനിയിലുള്ള രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. രക്ഷ നഷ്ടപ്പെട്ടില്ല, രക്ഷയുടെ സന്തോഷം. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ട് ആ ഹിതത്തിൽ നിന്ന് നമ്മൾ അന്യപ്പെടുമ്പോൾ നമ്മൾ പാപം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വഴിയിൽ നിന്നും നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മൾ പാപം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കാതിരിക്കുന്നത് പാപമാണെന്ന് വചനം പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാവരോടും നമ്മൾ സുവിശേഷം പറയുവാൻ കടപ്പെട്ടവരാണ്. നമ്മൾക്ക് ആരെ ലഭിച്ചാലും അവരോട് നാം സുവിശേഷം പറയണം. അങ്ങനെ പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് ചിലർക്ക് വേണ്ടി മാത്രമുള്ള കാര്യമല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ചെയ്യേണ്ട കാര്യമാണ്. അവര് കർത്താവിന്റെ സാക്ഷികളാകണം. അപ്പൊ ഇന്ന് അനേകർക്കും ഇത് പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് അവരെ കുറിച്ച് സംശയം, അവരെ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളതാണ്. കാരണം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത് അടക്കി വയ്ക്കാൻ കഴിയും പ്രിയമുള്ളവരെ? കാരണം അസാധ്യമായ കാര്യങ്ങൾ ദൈവം നമുക്ക് സാധ്യമാക്കി തന്നതല്ലേ രക്ഷ. രക്ഷ എന്നുള്ളത് അസാധ്യമായ കാര്യമല്ലേ? ഒരിക്കലും ആരെക്കൊണ്ട്, ഒരു മനുഷ്യരെ കൊണ്ട് സാധിക്കാത്ത കാര്യം. അത് അവിടുത്തെ കൃപയാൽ ദൈവം നമുക്ക് സാധ്യതമാക്കിയെങ്കിൽ ഈ വലിയ സന്തോഷത്തിന്റെ കാര്യം എങ്ങനെ പങ്കുവയ്ക്കാതിരിക്കും? ഇന്ന് അനേകർക്കും അവരുടെ സന്തോഷം ലോകപരമായ കാര്യങ്ങളാണ്. ലോക നേട്ടങ്ങളൊക്കെ അവരുടെ സന്തോഷം. അവർക്ക് ക്രിസ്തുവിനെ നേടുന്നതിൽ അതിന്റെ ഒരു ആഗ്രഹവും ഇല്ല, ആ ഒരു ലക്ഷ്യത്തിലുമല്ല ജീവിതം. നമ്മളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്റെ ജീവിത ലക്ഷ്യം ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണോ, അതോ ലോകത്തെ നേടുകയാണോ? ലോകത്തിന്റെ തരത്തിന് പിന്നാലെ, സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെയും കസേരയുടെ പിന്നാലെയൊക്കെ ഓടുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. അതാണോ പ്രിയമുള്ള നമ്മുടെ ലക്ഷ്യം? നമുക്കറിയാം, നമ്മൾ പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 17 മുതൽ 20 വരെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ 70 പേർ സന്തോഷത്തോടുകൂടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങൾ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പേൻ. കണ്ടോ, ഇവരുടെ സന്തോഷം എവിടെയായിരുന്നു? ഇവരുടെ സന്തോഷം ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അവരൊക്കെ ഒരിക്കലും അനുഭവമില്ലാത്ത കാര്യമല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകുന്നു. പല അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവരിലൂടെ നടന്നു. അതിലൊക്കെ അവർ സന്തോഷിച്ചേ. അപ്പോൾ കർത്താവ് അവർക്ക് അവരുടെ സന്തോഷം മിഥ്യാ സന്തോഷമാണെന്ന് അറിഞ്ഞ കർത്താവ് അവരോട് പറയുകയാണ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടേ. നാളെ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം പോയില്ലേ? എന്നാൽ നിലനിൽക്കുന്ന ഒരു സന്തോഷത്തിന്റെ പാത്രമാണ് നിങ്ങൾ. ആ നിലനിൽക്കുന്ന സന്തോഷം എന്താണ്? അത് നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കണം ദൈവമക്കളെ, ഇന്ന് ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? എന്റെ പേർ സ്വർഗത്തിലുണ്ട് എന്നുള്ള ഉറപ്പുണ്ടോ? നമുക്കറിയാം, ഫിലിപ്പിയർ 3:20 പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. ഈ സ്വർഗത്തിൽ വീണ്ടും ജനിച്ച ഓരോരുത്തരും സ്വർഗത്തിന്റെ പൗരന്മാരാണ്. നമ്മുടെ പേര്, എല്ലാ പൗരന്റെയും പേര് ആ ദേശത്തുണ്ട്, സ്വർഗത്തിലുണ്ട്, ജീവപുസ്തകത്തിലുണ്ട്. നമ്മൾ ജീവൻ പ്രാപിച്ചവരാ, ക്രിസ്തു ഉള്ളവരാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. യഥാർത്ഥമായിട്ടും എന്നെ രക്ഷിച്ച ഈ കർത്താവിനെ എനിക്ക് മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇവിടെ
ഇവരുടെ ആ സന്തോഷം കണ്ടപ്പോൾ കർത്താവിന് കരച്ചിൽ വന്ന് കാണുമല്ലേ? അല്ലേ? നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇന്ന് എന്തിനാ സന്തോഷിക്കേണ്ട പ്രിയപ്പെട്ടവരെ? നമ്മൾക്ക് നമ്മുടെ കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് പോലും ഫിലിപ്പർ 4:4 പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. നമ്മുടെ സന്തോഷം കർത്താവിലല്ലേ പ്രിയമുള്ളവരെ? കർത്താവിന് വെളിയിലേക്കുള്ള എല്ലാ സന്തോഷങ്ങളിലും ദൈവം ദുഃഖിക്കുന്നു. നമ്മൾ സന്തോഷിക്കേണ്ടത് കർത്താവിലാണ്. ആ കർത്താവിലുള്ള സന്തോഷം ഇന്ന് നമുക്കുണ്ടോ? യഥാർത്ഥമായിട്ടും നമുക്ക് ഒരു സന്തോഷമുള്ളവരായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കണം. നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തെ പോലും സന്തോഷിപ്പിക്കാൻ കഴിയും. സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ ഒരിക്കലെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഈ ജീവിതയാത്രയിൽ? സ്വർഗം എത്ര ദൂരമല്ലേ? എന്നാൽ ഈ സ്വർഗത്തെ സന്തോഷിപ്പിക്കുവാനായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ കഴിയും. എപ്പോഴാണെന്നറിയാമോ? കർത്താവ് പഠിപ്പിച്ചില്ലേ? യോഹന്നാൻ ലൂക്കോസിന് ശേഷം അതിന്റെ 15-ാം അധ്യായം 7-ാം വാക്യം. ഒരുപാടൊക്കെ വായിക്കാറുണ്ടെങ്കിലും ഞാൻ ചുരുങ്ങിയ വാക്കുകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലൂക്കോസ് 15:7. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തിക്ക് പാപബോധം വരുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പക്ഷെ പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നു, നിങ്ങൾ ദൈവവചനം അവരോട് പങ്കുവെക്കുന്നു. അങ്ങനെ പങ്കുവെക്കുമ്പോൾ അവർക്ക് മാനസാന്തരം പിതാവ് അവനോട് ദയ ചെയ്യുമ്പോൾ കർത്താവ് അവരെ എന്ത് ചെയ്യുന്നു? കൈക്കൊള്ളുന്നു, പരിശുദ്ധാത്മാവിൽ മുദ്രയിടുന്നു. അപ്പോൾ പിതാപുത്ര പരിശുദ്ധാത്മാവും തന്റെ വിശ്വസ്തനായ ഒരു ദാസനോട് ചേർന്ന വാസ്തവത്തിൽ ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുന്നത് വലിയ കാര്യമാണ്. നമ്മൾ കർത്താവിന്റെ കൂട്ടുവേലക്കാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓരോ വിശുദ്ധന്മാരും. നമ്മൾ മനസ്സിലാക്കണം എത്ര വലിയ ദൗത്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കർത്താവിന്റെ സുവിശേഷം പറയുമ്പോൾ, സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലേ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാവുന്നു എന്റെ സുവിശേഷം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ഒരിലേക്ക് വരുമ്പോൾ 2 തിമോത്തി 2:8 ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വചനം വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കർത്താവിന്റെ ഒരു വ്യക്തിയിലേക്ക് പകരുമ്പോൾ ആ വ്യക്തികൾ മാനസാന്തരപ്പെടുന്നു, അവർ രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്തിന്റെ ഫലമായി ഒരു വ്യക്തി കൂടി ആദാമിക തലമുറയിൽ നിന്നും ക്രിസ്തുവിന്റെ ആ തലമുറയിലേക്ക് വന്നു ചേരുന്നു, ജീവന്റെ അവകാശികളാക്കി മാറുന്നു. അപ്പോൾ സ്വർഗത്തിന് ഭയങ്കര സന്തോഷം. നോക്കണം, അങ്ങനെ ഒരിക്കലെങ്കിലും സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വ്യക്തിയെങ്കിലും നമുക്ക് സുവിശേഷം പറഞ്ഞ് കർത്താവിലേക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? രക്ഷിക്കുന്നതെല്ലാം കർത്താവാട്ടോ, അറിയിക്കുക എന്നുള്ള ദൗത്യം മാത്രം നമ്മുടേത്. എന്നാലും നമ്മുടെ കൺമുമ്പിൽ ഒരു വ്യക്തിയെങ്കിലും അതെ ഞാൻ ഇതാ എന്നെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ട്രെയിൻ യാത്രയിലൊക്കെ സുവിശേഷം പറഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരോടും വചനം പറഞ്ഞു. ഒരു നല്ല ചെറുപ്പക്കാരനായ ഒരു വ്യക്തി, ഇത് 87-ലെ കാര്യമാണ്. അപ്പോൾ എന്നെ വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുറെ സംശയങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. താൻ വളരെ സുമുഖനായ ഒരു വ്യക്തി. അപ്പോൾ ഞങ്ങൾ പങ്കുവെച്ച് ഞാൻ അനേകരോട് വചനം പറഞ്ഞുകൊണ്ടിരുന്നു. ആ വ്യക്തി വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ട് അവസാനം അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി കണ്ണുനീരോടെ സ്വീകരിച്ചു. അനേക കാര്യങ്ങൾക്ക് സംശയം നിവാരണം വരുത്തി. അവസാനം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ചണ്ഡീഗഡിലെ ഒരു റോമൻ കാത്തലിക് പള്ളിയിലെ അച്ഛനാണെന്ന് പറഞ്ഞു. വളരെ അത്ഭുതകരമായ കാര്യമാണ്. ആ വ്യക്തി തിരിച്ച് ചണ്ഡീഗഡിലെത്തിയില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ വാസ്തവത്തിൽ പേര് പോലും ഇപ്പോൾ ഓർമ്മയില്ല. താനിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തനിക്ക് ചിലപ്പോൾ ഏതെങ്കിലും മുഖാന്തരത്തിലൂടെ ഇത് കേൾക്കാനിടയാകുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യം ഓർമ്മ വന്നിട്ട് അത് സാക്ഷിക്കാനിടയാവും, അല്ല എവിടെയെങ്കിലും സാക്ഷിക്കുന്നുണ്ടാകാം. അപ്പോൾ ഞാൻ പറഞ്ഞതിനർത്ഥം അദ്ദേഹം ഈ വചനം അദ്ദേഹത്തിൽ ക്രിയ ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ വചനം കേൾപ്പിക്കുമ്പോൾ
കർത്താവിനുള്ളവരാണെങ്കിൽ അവരത് കേട്ട് വിശ്വസിക്കാനിടയായി തീരും. നമുക്കറിയാം, നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു എന്നാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13:48 വായിക്കുന്നത്. അറിയിക്കുക എന്നുള്ള ആ ഒരു ദൗത്യം അത് നമ്മുടേതാണ്. നമുക്കറിയാം, സ്വർഗം സന്തോഷിക്കുക മാത്രമല്ല, സ്വർഗദൂതന്മാർ സന്തോഷിക്കുന്നതിനെ കുറിച്ചും കർത്താവ് എടുത്തു പറഞ്ഞു. അതേ ലൂക്കോസ് 15:10 വാക്യത്തിലാണ്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കണം, കർത്താവ് പറഞ്ഞ കാര്യമാണ്. കാരണം നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടവരുടെ സേവകാത്മാക്കളാണ് ദൂതന്മാർ. അവർക്ക് ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം അവർക്കുണ്ടാകും. അതിലവർ സന്തോഷിക്കുന്നു. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ സ്വർഗത്തെയും ദൂതന്മാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് കഴിയണം. എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളിലൂടെ ഒന്ന് നടക്കണം. അത് അനുഭവമാക്കണം. നമുക്ക് എപ്പോഴും ആ രക്ഷയുടെ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയണം. നമ്മൾ ദൈവവചനം അറിയിക്കാതെ വരുമ്പോൾ നമുക്ക് പാപം ചെയ്ത് ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ട് നമ്മളെപ്പോഴും ജ്ഞാനവദനായി ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ. നമുക്ക് എപ്പോഴും കർത്താവിന്റെ ആ സന്തോഷത്തിൽ, കർത്താവിന്റെ ആ സ്നേഹത്തിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റും. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ വിശിഷ്ടമായ കാര്യമാണ്. ഇതാ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. 11-ാം വാക്യം ശ്രദ്ധിക്കണം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കണ്ടോ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കണം. അപ്പം കർത്താവ് യോഹന്നാൻ 14:15 പറഞ്ഞല്ലോ, എന്നെ സ്നേഹിക്കുന്നവന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ കർത്താവ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, സഭ അതിന്റെ ശരിയായ വെളിച്ചം കൊടുക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളിലൂടെ ഈ ജീവന്റെ വചനം മറ്റുള്ളവരിലേക്ക് പോകണം. നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ, ഫിലിപ്പിയ ലേഖനത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ആ വാക്യങ്ങളെല്ലാം പറയാനായിട്ട് അതിന്റെ 15-ാം വാക്യം, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. കണ്ടോ, അത് ചില ട്രാൻസ്ലേഷനിൽ വചനം പ്രഘോഷിച്ചുകൊണ്ടെന്ന പ്രമാണിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ക്രിസ്തുവിൻ പത്രമാണ്. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിനെ പഠിക്കുവാൻ ഇടയാകണം. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാക്ഷ്യമില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് കൊണ്ട് പ്രയോജനമില്ലല്ലോ. ഓരോ ക്രിസ്ത്യാനിയും സാക്ഷ്യമുള്ളവരല്ലേ പ്രിയമുള്ളവരെ. അപ്പോൾ കർത്താവോട് പറയുന്നത് എന്തുവാ? പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നമുക്കറിയാം, യോഹന്നാന്റെ തന്നെ 17:23 കർത്താവ് പറഞ്ഞൊരു പ്രസ്താവന. ആ പ്രസ്താവനയൊക്കെ വായിക്കുമ്പോൾ എങ്ങനെ കണ്ണു നിറയാതിരിക്കും. അതിന്റെ 23, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. എന്താ പ്രിയമുള്ളവരെ, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈദ്യനോടും ദൈവത്തിന്റെ സ്നേഹം അത് നമുക്ക് വർണ്ണിച്ചു തരാൻ പറ്റിയല്ല. അത്രമാത്രം വലിയ സ്നേഹമാണ്. അപ്പൊ നമ്മൾ ആ സ്നേഹത്തിൽ വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ആ സ്നേഹത്തിൽ വസിക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് കർത്താവിന്റെ വചനം അതുപോലെ പ്രമാണിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമുക്ക് കർത്താവിന്റെ സാക്ഷിയാകാൻ കഴിയുന്നുണ്ടോ? നമുക്ക് യഥാർത്ഥമായിട്ടും കർത്താവിനെ ഞാൻ അനുഗമിക്കുന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നല്ലേ? അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമുക്കറിയാം. ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, അത് നമ്മൾ പല സ്ഥലത്തുണ്ടെങ്കിലും ഞാൻ മത്തായി 8-ാം അധ്യായം അതിന്റെ 21, 22 വാക്യം വായിക്കാം. 21, 22. ശിഷ്യന്മാരിൽ വേറൊരുത്തിന് അവനോട്, കർത്താവേ, ഞാൻ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക,
മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞാൽ കർത്താവ് ഇത്ര നിർദ്ദയനാണോ എന്ന് തോന്നും അല്ലേ? എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന അപ്പനെ അടക്കാൻ പോലും അനുവദിക്കുന്നില്ല. അങ്ങനെയാണോ ഇത്? അല്ല പ്രിയമുള്ളവരെ, അത് യഹൂദന്മാരുടെ ഒരു അവസ്ഥയാണ്. അവര് പ്രായമാകുന്ന അപ്പനമ്മമാരെ വളരെ ബഹുമാനിക്കുകയും അവരുടെ കാലശേഷം മാത്രമേ പിന്നെ അവരെന്തെങ്കിലും അവരുടേതായ പ്രകാരം മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന്റെ പിതാവ് വളരെ പ്രായമുള്ള വ്യക്തിയാണ്. ഏറെ താമസിയാതെ ചിലപ്പോൾ ലോകത്ത് മാറ്റപ്പെടും. അപ്പോൾ താൻ പറഞ്ഞത്, എന്റെ പിതാവ് മരണാസന്നനുമല്ല, എന്നാൽ മരണശേഷം ഞാൻ അങ്ങയെ അനുഗമിക്കാം. അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ മരണവും അടക്കവും ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന കർത്താവ് പറഞ്ഞത് കേട്ടോ. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളും പാപസംബന്ധമായി മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ നീ കൃപ ലഭിച്ച് നീ ജീവൻ പ്രാപിച്ചവനാണെങ്കിൽ നീ കർത്താവിനെ തന്നെ അനുഗമിക്കണം. കർത്താവിന് കൊടുക്കേണ്ട ആ സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. നമുക്കറിയാം, അതേ മത്തായി 10-ാം അധ്യായത്തിൽ 3 അയോഗ്യരെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഞാൻ അതോടെ ഈ ഭാഗത്തുനിന്ന് വായിച്ചോട്ടെ. പിന്നെ മത്തായി 10-ാം അധ്യായം അതിന്റെ 37, 38, 39 വാക്യങ്ങളാണ് കേട്ടോ. ശ്രദ്ധിക്കണേ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. യോഗ്യനല്ല, അത് അണ്ടർലൈൻ ചെയ്യണം. യോഗ്യനാണോ? ആരാണ് യോഗ്യൻ? അപ്പനമ്മയെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് കർത്താവിന് യോഗ്യൻ. അതിന്റെ അർത്ഥം അപ്പനെയോ അമ്മയോ പായിക്കണമെന്നോ അവരെ നോക്കരുതെന്നോ അല്ല പ്രിയമുള്ളവരെ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനേക്കാൾ അധികം നമ്മൾ അപ്പനെയോ അമ്മയോ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു, അവർ യോഗ്യരല്ല, എനിക്ക് യോഗ്യരല്ല. ആ ദൈവസ്നേഹത്തിന്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണം. നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവ് പറയുകയാണ്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. രണ്ടാമത്തെ യോഗ്യത. കർത്താവിനേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ യോഗ്യനല്ല. വീണ്ടും അതിന്റെ 38-ാം വാക്യം, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. നോക്കണേ, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിലെ കഷ്ടങ്ങളല്ല. പിന്നെയോ ദൈവ ഇഷ്ടത്തെ നമ്മുടെ ഇഷ്ടമാക്കി മാറ്റുമ്പോൾ അതൊരു വലിയ ഒരു വിഷയമാണ്. അതാണ് ക്രൂശ്. ദൈവ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. എൻ്റെ ഇഷ്ടത്തിന് ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല. അങ്ങനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തവൻ കർത്താവിന് യോഗ്യനല്ല എന്നാണ്. നോക്കണേ, എന്നിട്ട് അതിന്റെ 39-ാം വാക്യം, തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അതാണ് ക്രിസ്ത്യൻ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട ആ വില നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെയല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് വായിച്ചത്? 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തരെണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അവർ വിശ്വസ്തരായിരിക്കണം. നമ്മൾ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണോ? ഇന്ന് ഞാൻ കർത്താവിന് വിശ്വസ്തനായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ടോ? കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ് പ്രിയമുള്ളവരെ. കാരണം ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിശ്വസ്തത അത് വിശ്വസ്തന്മാർ മാത്രമേ ഈ ലോക ജീവിതത്തിൽ ഇത് വളരെ ഗഹനമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 101-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ പാർക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. ആരാണ് കർത്താവിനോട് പാർക്കുക? വിശ്വസ്തന്മാർ. ഈ ചെറിയൊരു ആയുസ്, ഈ അല്പായുസ് നമ്മൾ കർത്താവിനോടുകൂടെ വിശ്വസ്തരായിട്ടില്ല എങ്കിൽ അവർ കർത്താവിനോട് പാർക്കുകയില്ല കേട്ടോ. കർത്താവിനോട് പാർക്കണമെങ്കിൽ
നമ്മൾ വിശ്വസ്തരായിരിക്കണം. എന്നാൽ നമുക്കറിയാമല്ലോ, പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു വിലപ്പെട്ട സാക്ഷ്യം 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലുണ്ട്. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാം വാക്യം. അവിടെ വായിക്കുന്നത് പൗലോസ് പറയുന്നത്, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എന്നെ വിശ്വസ്തനെന്ന് എണ്ണി. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 9:15 പൗലോസിനെ വിളിച്ച് വേർപെടുത്തുന്നു. 10 വർഷങ്ങൾ കർത്താവിനെ പരിശോധിക്കുന്നു. അതിനുശേഷമാണ് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ ആ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർപെടുത്തുന്നത്. 10 വർഷം പരിശോധിച്ചു. 10 വർഷത്തെ പരിശോധനയിൽ കർത്താവ് തന്നെ വിശ്വസ്തനെന്ന് കണ്ടെന്നാണ് പറഞ്ഞത്. അതാ സത്യം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ പടിപടിയായി ഈ സേവയിൽ ഉയർത്തുന്ന, പ്രത്യേക നിലയിൽ ശുശ്രൂഷയിൽ വളർത്തുന്ന ഒരു പദവിയുണ്ട്. എന്റെ ജീവിതത്തിൽ 14 വർഷം എന്നെ കർത്താവ് ശോധന ചെയ്തു. വിശ്വസ്തനെന്ന് എണ്ണി കർത്താവ് നാസിക്കിൽ കർത്താവിന്റെ ഒരു നിലവിളക്ക് സ്ഥാപിക്കുവാനായിട്ട് എഴുന്നേൽപ്പിച്ചു. ഇന്ന് വരെ ആ നിലവിളക്ക് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക, വളരെ ശക്തമായി ജ്വലിച്ചുകൊണ്ടിരിക്കുക, ദേശത്തിന് വെളിച്ചം പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുക. വളരെ വിലപ്പെട്ട കാര്യം. അതിന്റെയൊക്കെ ആഴമേറിയ സത്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കും. വളരെ വിലപ്പെട്ട സത്യം നമ്മൾ അറിയണം പ്രിയമുള്ളവരെ. നമ്മൾ ഇന്ന് വാസ്തവത്തിൽ കർത്താവ് നമ്മളെ തന്റെ മഹത്വത്തിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? വിശ്വസ്തനായിരിക്കുന്നുണ്ടോ? ഈ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ വേണം. നമുക്കറിയാം, നമ്മൾ സ്നാനപ്പെട്ട് ആ സ്നാനജലത്തിൽ നിന്ന് മുളി വരുമ്പോൾ അവിടെ ശുശ്രൂഷകൻ 2 കരങ്ങളും നമ്മുടെ തലമേൽ വെച്ച് ഒരു ആശീർവാദം പറയുന്ന കാര്യം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകളും നിനക്ക് തരും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. ദൈവമക്കളെ, നമ്മൾ യഥാർത്ഥമായിട്ടും ഇന്ന് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്ന ഒരു അനുഭവത്തിൽ നമുക്ക് കഴിയുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമുക്ക് ദൈവത്തോട് വിശ്വസ്തനായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നതാണ്, ഞാൻ കടക്കാരനാണ്. ഞാൻ ഈ കടക്കാരനായതുകൊണ്ട് ഈ കടം വീട്ടുവാൻ വേണ്ടി ഞാൻ അധ്വാനിക്കുകയാണ്. കർത്താവിനെ ഞാൻ പിൻപറ്റുകയാണ്. അവന്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പനയെ പൂർണ്ണ മനസ്സോടെ അനുസരിച്ചുകൊണ്ട് താൻ ഓടുകയാണ്. തന്റെ പ്രാണനെ പോലും അപ്രിയമായി കണ്ടുകൊണ്ട് ദൈവം തന്ന ദൈവകൃപയുടെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഓടുന്ന നല്ല ഒരു കർത്താവിന്റെ ദാസനായ പൗലോസ്. ഇതുപോലെ നാം ഓരോരുത്തരും ആയിരിക്കണം. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കടക്കാരൻ എന്നുള്ള ബോധത്തോടെ നമ്മളെ ഏൽപ്പിച്ച ഈ ദൈവത്തിന്റെ വിലപ്പെട്ട നിത്യസത്യങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മളെ പരമേൽപ്പിച്ച ദൈവം വിശ്വാസം നിന്ന് എണ്ണി നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ശരിയായ നിലയിൽ വ്യാപാരം ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അതിന് നമ്മൾ ഉത്തരം പറയണം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകലർക്കും ദൈവം നിയമിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, ചെറിയൊരായുസ് നമുക്ക് കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി അനേകരെ ക്രിസ്തുവിലേക്ക് നേടുന്ന കർത്താവിൻ പത്രമായി കർത്താവിന്റെ ജ്ഞാനത്തിന്റെ സുഗന്ധം പരത്തുന്നവരായി നമുക്ക് ജീവിക്കാം. ദൈവ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ വചനം കേട്ടവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിന് മാത്രം എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ആമേൻ.